ഇവിടെ ഉണ്ടായിരുന്നതാ. ജസ്റ്റിൻ എന്തോ അടിപിടി ഉണ്ടാക്കിയെന്നും പറഞ്ഞ് അന്വേഷിക്കാൻ ഇറങ്ങി. അറിഞ്ഞു. ഏതായാലും സബാനെ സമ്മതിക്കണം. നല്ല പ്രായത്തിൽ പെങ്ങൾ വിധവയായപ്പോൾ ഒരു കല്യാണം പോലും കഴിക്കാതെ പെങ്ങളെ സംരക്ഷിച്ച് ജീവിക്കുന്നു. അതിനുള്ള പ്രതിഫലമായിരിക്കും അനന്തരവൻ്റെ ഈ സത്പ്രവർത്തികൾ. ഇത് എൽസി അല്ലേ, രാജിച്ചന്റെ മുറപ്പെണ്ണ്? അതെ. പെങ്ങൾക്ക് സഹായത്തിന് ഒരാൾ വേണമെന്ന് പറഞ്ഞു. വിളിച്ചോണ്ട് പോ. അച്ഛനെന്താ പതിവില്ലാതെ ഈ നേരത്ത്? ജംഗ്ഷന് വെച്ച് ജസ്റ്റിൻ ഇസഹാക്കിനോട് എന്തോ പോഴത്തരം പറഞ്ഞു എന്നറിഞ്ഞു. എന്നാ പിന്നെ തന്നെ കണ്ട് 2 തെറി പറയണമെന്ന് തോന്നിയോണ്ട് വന്നാ. അവനൊരു കുഴപ്പക്കാരനാച്ചോ, എനിക്ക് തന്നെ അറിയാം. എന്ത് ചെയ്യാനാ? ഇന്നവൻ ചെയ്തത് വെറും കുഴപ്പമല്ല, ശുദ്ധ തമ്മാടിത്തര സഭാനെ. ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ തനിക്കൊരാൾക്ക് കഴിയും. താൻ വിചാരിച്ചാൽ ഇസഹാക്കിന്റെ ഭാര്യ ദേവിക്ക് പരോൾ വാങ്ങിക്കൊടുത്തൂടെ? അച്ചോ, അതിൻ്റെ കാര്യം ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ. ചില ഫോർമാലിറ്റികൾ ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ എനിക്കിതുവരെ CM-നോട് ആ കാര്യം നിർബന്ധിക്കാനും പറ്റിയിട്ടില്ല. അറിയാം. ഗ്രൂപ്പ് നേതാവ് പറഞ്ഞിട്ട് MLA സ്ഥാനം തെറിച്ചു പോകുന്ന അവസ്ഥയിലാണല്ലോ താൻ. ഇതുപോലുള്ള കൊച്ചുകാര്യങ്ങളൊന്നും ഓർക്കാൻ സമയം കാണില്ല. അച്ഛൻ എന്ത് വർത്തമാനമായി പറയുന്നേ? MLA സ്ഥാനം മോഹിച്ചിട്ടാണോ ഞാൻ ഈ നാട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? വെറുതെ വായി തോന്നുന്നു വിളിച്ച് പറയരുത്. വായി തോന്നുന്നല്ല സബാനെ, മനസ്സിൽ തോന്നുന്ന. ഒരുത്തനൊരു പെൺകുട്ടിക്ക് ജീവിതം കൊടുത്തിട്ട് വർഷം 5-6 ഇരുവരും പക്ഷെ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. അവരുടെ ഉള്ളിലെ കാറും കോളും മനസ്സിലാക്കിയിട്ടാ എനിക്കിങ്ങനെയൊക്കെ വർത്തമാനം പറയേണ്ടി വരണേ. എനിക്കെൻ്റെ സ്വന്തം അനിയനെ പോലെ സഹാ. ചിരിച്ചും പന്ത് കളിച്ചും കടലിൽ പോയി അധ്വാനിച്ച് കിട്ടുന്ന കാശ് ഇവിടുത്തെ വയസ്സന്മാർക്ക് വീതിച്ച് തന്നുവാ അവൻ ഈ കരയെ കഴിയണേ. അവൻ്റെ വീട് അനാഥമായി കിടക്കുന്നു. ആ രീതി തെറ്റാണെങ്കിലും വീട്ടിൽ വാഴേണ്ട പെണ്ണ് ജയിലറിൽ കിടക്കുമ്പോൾ ഒരു പുരുഷനുണ്ടാകുന്ന മനോവേദന സെബാസ്റ്റ്യൻ ആലോചിച്ച് നോക്ക്. അതേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. അച്ഛോ, ഇനി ഈ കാര്യം പറയാൻ ഞാൻ തൻ്റെ അടുത്ത് വരില്ല. വേണ്ട, കഴുത്തിറക്കണ വിലയല്ലേ നീയൊക്കെ ചോദിക്കണം. എനിക്കുള്ള വക ഇസഹാക്ക് കൂട്ടു വന്നു. വന്നല്ലേ കണ്ടാ കണ്ടാ കടാലി കൊയ്തുള്ള വരവാണ്. കിടക്കിന്ന് കോളടിച്ചല്ലടാ ഇസ, പമ്പിച്ച കൊയ്ത്താണല്ലേ. കൊള്ളാം. വിറ്റിട്ട് കിട്ടുന്ന കാശ് വീട്ടിലെത്തിച്ചോണം. ഞാൻ അത്താഴത്തിന് വീട്ടിൽ വന്നുണ്ട്. എന്താടാ ഈ ചായന്റെ മൂപ്പിന്ന് വീണ്ടും പുറപ്പെട്ടു പോയി കേട്ടാ. എങ്ങോട്ട്? ആ ബസ്സിൽ കയറി ഇരിക്കുന്നത് കണ്ട നെൽതൊക്കപ്പിയാര് പറഞ്ഞു റൂട്ട് അവസാനിക്കുന്നത് മീൻ മാർക്കറ്റ് ജംഗ്ഷനിലാണ്. ഈ ചായ ഒന്ന് പോയി നോക്ക് കേട്ടാ. ഒന്ന് വേഗം പാടാ. ഒരു കാലത്ത് ഈ ചന്ത വിറപ്പിച്ചിരുന്ന ആളാണ് ഞാൻ. ഇവിടെ വെച്ച ഒരുത്തനെ ഞാൻ കുത്തിയത്. ഒറ്റ ചവിട്ടിന് ഒരുത്തന്റെ അവിടെ പോയി വീണു. പിന്നെ ഇവിടുന്ന് കുറെ ആളുകൾ എന്റെ അങ്ങോട്ട്. രാജാ, ഇസഹാക്കിന്റെ അപ്പം വേളാങ്കണ്ണി അല്ലയോടാ അത്? ആ ശരിയാ. അരപ്പേര് ലൂസില് ഒറ്റയ്ക്ക് വർത്താനവും പറഞ്ഞിട്ടാ വരവ്. ഇതൊരവസര. ഇസഹാക്കിനുള്ള വക ഇയാൾക്ക് തന്നെ അങ്ങ് കൊടുത്താലോ? അത് ഞാൻ ഏറ്റു. അത് അവിടം വരെ പോയത് ഓർമ്മയില്ല. എന്നോടുള്ള വൈരാഗ്യം എന്റെ അപ്പനോട് കാണിക്കരുത് കേട്ടാ. 6 വർഷത്തിന് മുമ്പ് ചന്ദന എന്താ പറ്റിയെന്ന് ഓർമ്മയുണ്ടല്ലോ. എടുത്തുചാട്ടത്തിലുള്ള ശിക്ഷ 6 അടി മണ്ണിൽ ആളെ പുതപ്പിച്ച് കിടത്തി. ഇനിയുള്ള പ്രതാപന പട്ടാളം വിട്ടാവൻ പറഞ്ഞതിന് മുമ്പ് എല്ലാം അവസാനിപ്പിച്ച് കോരിത്തരിപ്പിക്കാനാണ് ഉദ്ദേശം. ഇല്ലടാ ഇസാഖ, ഇല്ല. അങ്ങനെയെല്ലാം അവസാനിപ്പിക്കാനല്ല ഞങ്ങളുടെ ഉദ്ദേശം. നീ ചന്ദ്രന്റെ പ്രാണനെടുത്ത ഇവിടുത്തെ കടാലിൽ തന്നെ നിന്റെയും ചോര പ്രതാപം വീട്ടും. അതിന് കാരണക്കാരായ ചിലരൊക്കെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാ അവൻ നിന്നെ ഫുട്ബോൾ കളിച്ചെടുക്കാൻ ഇവിടെ വിട്ടിരിക്കുന്നത്. ഫസ്റ്റ് എന്നാ ഞാൻ കുറെ കളിച്ചിരിച്ചു കഴിഞ്ഞിട്ട് ചോരയെടുക്കാൻ കോരി തരിച്ചോണ്ട് മുന്നിൽ വന്ന് നിന്നോളാം. പിള്ളച്ചൻ പോവിട് പോവിട് പോ.
അവനല്ലടാ ഞാനാ. കൊന്നുകളെ ഞാൻ. എന്താടി ഈ അസമയത്തൊരു പ്രാർത്ഥന? പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണമില്ലേ ചായ? ആ പിള്ളാച്ചനോട് ഞാൻ പറയുന്നുണ്ട് ഈ കരയെന്ന് ഒരുത്തിനെ പിടിച്ച് നിന്നെ കെട്ടിച്ചു വിടാൻ. അതിന് ഈ കരയെന്ന് ആര് കെട്ടാൻ പോന്നു? ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നത് മീൻകൊട്ട ചുമക്കാനല്ല. ആ നീ ചോറതും എണീറ്റായിരുന്ന? സ്വന്തം വീട്ടില് വെപ്പും കുടിയൊന്നും ഇല്ലാത്തോണ്ട് കടയപ്പം തിന്നലാണല്ല നിന്റെ നിത്യ സ്വഭാവം. അതുകൊണ്ടായിരിക്കും ഉണ്ണിപ്പിള്ളയുടെ വീട്ടിലെ ചോറിന് നിനക്കിപ്പോ രുചിയില്ലാണ്ടായത്. നിങ്ങൾ അങ്ങനെ എഴുതാപ്പുറമൊന്നും വായിക്കണ്ട ഏട്ടാ. ഇസയ്ക്ക് ഈ തണ്ടും തടിയൊക്കെ ഉണ്ടായത് ഇവിടുത്തെ ചോറും കൂടെ തിന്നിട്ടാ. ഈ ചന്ദ്രയും തമ്പിയും ഞാൻ എൻ്റെ കൂടപ്പുറപ്പുകളായ കണ്ടിട്ടുള്ളൂ. അതങ്ങനെ തന്നെ വേണം കേട്ടാ. ഞാൻ എവിടെയും വീണു ഉയരുപോയാലും നീയേ ഉള്ളൂ എൻ്റെ മക്കൾക്ക്. അത് മറക്കണ്ട. ആ എന്നാ ഇത് പിടിച്ചോ. ഉദ്ദേശിച്ച വിലയൊന്നും കിട്ടിയില്ല കേട്ടാ. വലിയ കൈനഷ്ടമില്ലെന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ വൃദ്ധസദനത്തിലെ വയസ്സം പിള്ളേർക്ക് നാളെ നല്ലൊരു സദ്യ ഉണ്ടാക്കി കൊടുക്കുക. പായസം 2 വേണം കേട്ടാ. പഴവും പപ്പടവും ചക്കര വരട്ടി എല്ലാം കൂടെ നല്ലൊരു നായരുടെ സദ്യ ഉണ്ടതുപോലെ ആയിക്കോട്ടെ. പോട്ടാ, ഒരു അടിച്ചുപൊളിയുണ്ട്. എന്താ നാളത്തെ പ്രത്യേകത? എനിക്ക് ഇച്ചായും പറഞ്ഞ ഒന്നും മനസ്സിലായില്ല. കളിയായിട്ടാണെങ്കിലും അവൻ പറഞ്ഞത് വേദനിച്ചിട്ടാടി. നാളെ അവൻ്റെ വിവാഹ വാർഷികമാണ്. 6 വർഷം മുമ്പ് ഞങ്ങളെല്ലാം കൂടി അവനെ കൊണ്ട് ദേവിയുടെ കഴുത്തി താലി കെട്ടിച്ച ദിവസം. എന്താണ് പിള്ളേ ഉറങ്ങിയ? ഞാൻ അവളെ കുറിച്ച് ഓർക്കുകയായിരുന്നു. ആരെ? ദേവിയെ. അതാരാണ് പിള്ള ഈ ദേവി? ഞാൻ ആ കഥ കേട്ടിട്ടില്ലല്ല. മരക്കാർ ഊരും ഉലകവും തെണ്ടി ഇവിടെ കൂടിയിട്ട് 1.5 കൊല്ലമല്ലേ ആയുള്ളൂ. അതാ എൻ്റെ അവളുടെയും കഥ കേൾക്കാത്തത്. എങ്കിൽ പിന്നെ പിള്ള പറയും, കേക്കട്ടെ, കഥ കേക്കട്ടെ. മാറ്റക്കര കടാപ്പുറത്തെ ശ്രീധരേട്ടൻ്റെ 2ാമത്തെ മകളായിരുന്നു ദേവി. കടലിൽ പിണങ്ങി കയറിയപ്പോൾ എൻ്റെ അമ്മച്ചിയോടൊപ്പം ശ്രീധരേട്ടനും മരിച്ച്. പക്ഷെ അങ്ങേര് തുടങ്ങി വെച്ച ഞങ്ങളുടെ ബന്ധത്തിന് മാത്രം മരണം ഉണ്ടായില്ല. അവളെ ഞാൻ ആദ്യം കണ്ടപ്പോഴുണ്ടല്ല, പള്ളിയിലെ നിറമുള്ള കണ്ണാടി കൂട്ടിന്ന് മാലാഹ പറന്നു വന്ന് മുന്നിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ആ മുഖത്തുണ്ടായിരുന്നത് കണ്ണുകളൊന്നുമല്ല, 2 നീലക്കടലുകളായിരുന്നു. ഈ ലോകത്ത് പ്രേമിക്കാൻ മാലാഹയെ കിട്ടിയ ആദ്യത്തെ മുക്കുവനാ മരക്കാറെ ഇസഹാക്ക്. ഞങ്ങൾക്ക് ആടിപ്പാടാൻ സ്വർഗം താഴേക്ക് ഇറങ്ങി വന്നതും അതുകൊണ്ടാ.